എനിക്ക് ഓർമ്മയുണ്ട് ഈ ഇഷ്യൂ, ഈ പ്രശ്നമുണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ചാവക്കാട് തീരപ്രദേശത്ത് അതിന് അടുത്തൊരു സ്ഥലത്ത് ഒരാൾ പ്രസംഗിച്ചത്. അയാൾ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചറിയോ? ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിരിക്കുന്നു. കാരണം മൂപ്പര് സിമെന്റ് പ്രൂഫ് ഉള്ളതേ പറയൂ, അല്ലാത്തൊന്നും മൂപ്പര് പറയില്ല. സിമെന്റ് പ്രൂഫ് അല്ലെങ്കിൽ അങ്ങനെ കുറെ ഉണ്ട്, സിമെന്റ് പിന്നെന്തോ കമ്പിയോ അങ്ങനെ കിട്ടി ശരിക്കും ഫില്ലാക്കിയിട്ട് മൂപ്പര് പറയാറുള്ളൂ. അങ്ങനെ പ്രസംഗിക്കുന്നൊരു പ്രാസംഗികം പറയാണ്. ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിരിക്കുന്നു. എന്ത്? ഒരു പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടിനപ്പുറം നിലനിൽക്കുകയില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. എന്നിട്ട് പറയാ, ഇപ്പോൾ ഇതാ കേരളത്തിൽ ഒരു പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ടെന്ന പ്രഖ്യാപനവുമായി കടന്നു വരുമ്പോൾ അതേ 1 നൂറ്റാണ്ട് കൊണ്ട് ആ പ്രസ്ഥാനം തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. ഇപ്പോൾ ആ പ്രസ്ഥാനം മൊബൈലില്ലാത്ത കേവലം ഖബർ മാത്രമാണ് എന്നാണ് അയാളുടെ പ്രസംഗം. ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ പ്രസംഗം അദ്ദേഹത്തിന്റെ ഓഡിയോ കേട്ടോണ്ടിരിക്കുമ്പോൾ ആ മഹാൻ എന്നെ വിളിക്കേണ്ട ഒരു ദിവസം, ഞാനത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചു, ഇബ്നു ഖൽദൂന്റെ ഏത് മുഖദ്ദിമ എവിടുന്നാണ് നീ വായിച്ചത്? അതൊക്കെ പിന്നെ പറയാം, പിന്നല്ല ഇപ്പൊ തന്നെ പറയുന്നു. ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ അങ്ങനെ എഴുതിയിട്ടില്ല. അത് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. 1 നൂറ്റാണ്ടുകാല ഭൗതിക പ്രത്യയശാസ്ത്രം, കമ്മ്യൂണിസം, മുതലാളിത്തം, അങ്ങനെയുള്ള ഭൗതിക പ്രത്യയശാസ്ത്രം 1 നൂറ്റാണ്ട് പോലും ഉണ്ടാവൂല. ഞാൻ ഇന്ന് ചോദിക്കട്ടെ, നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് സമ്മേളന പ്രമേയമായി നിശ്ചയിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ആ സമ്മേളനം വിജയകരമായി പൂർത്തിയാക്കി. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനം അജയ്യമായി ഇവിടെ നിലനിൽക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനം ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ ഉദ്ധരിച്ചുകൊണ്ട് അതിതാ നശിച്ചിരിക്കുന്നു, 1 നൂറ്റാണ്ട് കൊണ്ട് തകർന്നിരിക്കുന്നു എന്ന് പ്രസംഗിച്ച വ്യക്തിയോടും അതിനെ പിന്താങ്ങുന്ന ആളുകളോടും ചോദിക്കട്ടെ, 1 നൂറ്റാണ്ട് പോയിട്ട്, 1 അരനൂറ്റാണ്ട് പോയിട്ട്, 25 കൊല്ലം പോയിട്ട്, 10 കൊല്ലം പോയിട്ട്, 1 കൊല്ലം നിങ്ങളുണ്ടായോ? ദുനിയാവിൽ ഉണ്ടായോ? ഇതെന്ത് പ്രത്യയശാസ്ത്രം? ഇതിന് ഭൗതിക പ്രത്യയശാസ്ത്രം ഒന്നും പറഞ്ഞുകൂടാ. ഇതിന് ഭൗതിക പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞുകൂടാ. 1 നൂറ്റാണ്ട് പോയിട്ട് 1 കൊല്ലം പോലും നിലനിൽക്കാൻ കഴിയാതെ പോയ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ, ഒരു മൂഢപ്രത്യയശാസ്ത്രത്തിന്റെ, ഒരു തകർന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വാഗ്ദാക്കളെ എന്താണ് നിങ്ങൾക്ക് ഈ ലോകത്തോട് പറയാൻ ഉള്ളത്? എന്താ പറയാനുള്ളത്?